ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചതിൽ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. തീരുമാനത്തിന് പിന്നിൽ കർണാടക സ്പിരിറ്റ് ലോബിയാണെന്നും എന്ത് പ്രതിഫലം കിട്ടിയെന്ന് വ്യക്തമാക്കണമെന്നും മുൻ എക്സൈസ് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിച്ചത് ഇടത് സർക്കാരാണെന്നും ബജറ്റിൽ അതിന്റെ നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് ചെയ്തതെന്നും എക്സൈസ് മന്ത്രി എം. ലിജു തിരിച്ചടിച്ചു. അധികാരത്തിൽ ഒരു മാസം പിന്നിടുന്ന UDF സർക്കാരിനെതിരെ ഉയരുന്ന ആദ്യത്തെ അഴിമതി ആരോപണമാണിത്. 10% വരെ വീര്യമുള്ള മദ്യത്തിന്റെ നികുതി 120%, 10% മുതൽ 20% വരെ വീര്യമുള്ളവയുടെ വിൽപ്പന നികുതി 170%, കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനമാണ് അഴിമതി ആരോപണത്തിന് വഴിവെച്ചിരിക്കുന്നത്. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി, എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിന് അനുമതി നൽകാൻ തീരുമാനിച്ചത് LDF ആണെന്നാണ് സർക്കാരിന്റെ മറുപടി. കേരളത്തിലെ LDF സർക്കാർ ഇവിടെ കൊണ്ടുവന്ന മദ്യത്തിന് നികുതി ഘടന നിശ്ചയിക്കുകയാണ് പുതിയ ബജറ്റിൽ വന്നിരിക്കുന്നത്. അത് ഒരു ധനകാര്യ തീരുമാനമാണ്. ഇവിടെ വിൽപ്പന നടത്തണോ എന്നുള്ളത് ഒരു നയപരമായ തീരുമാനമാണ്. നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ അഴിമതി ആരോപണം ശക്തമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ചതിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. സർക്കാർ നടപടി അഴിമതിക്ക് വഴിയൊരുക്കലാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ലഹരിക്കെതിരെ വാറിയേഴ്സിനെ സൃഷ്ടിക്കുന്നവർ മദ്യത്തിൽ കാരിയേഴ്സിനെ സൃഷ്ടിക്കുന്നുവെന്ന വിമർശനവുമായി KCBCയും രംഗത്തെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി ഘടന പ്രഖ്യാപിച്ച UDF സർക്കാരിന്റെ കന്നി ബജറ്റിലെ പ്രഖ്യാപനമാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. നികുതി ഘടന കുറച്ചത് അഴിമതിക്ക് വഴിയൊരുക്കുന്ന നടപടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ VD സതീശൻ മംഗലാപുരത്ത് പോയത് എന്തിനെന്ന് വ്യക്തമാക്കുന്ന ബജറ്റെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഇതിപ്പോ ആർക്കും ഡിസ്പ്ലേ തുടങ്ങി വീര്യത്തിന്റെ, അതായത് ഈ സ്പിരിറ്റിന്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞു വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. അഴിമതി നടത്താനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. തുടങ്ങാൻ പോകുമ്പോൾ അതിന് സാധ്യതയുണ്ട്. UDF നയം മദ്യപരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ളതാണെന്ന് KCBC മദ്യവിരുദ്ധ സമിതി. ലഹരികൾക്കെതിരെ വേരിയേഴ്സിനെ സൃഷ്ടിക്കാൻ സർക്കാർ മുൻകൈയെടുക്കുമ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ കാരിയേഴ്സിനെയും അടിമകളെയും സൃഷ്ടിക്കാനുള്ള നയത്തിലേക്ക് കടക്കരുതെന്നും KCBC മുന്നറിയിപ്പ് നൽകി. മദ്യത്തിന്റെ നികുതി കുറച്ചത് തെറ്റായ സന്ദേശം നൽകുമെന്ന് താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചാനാനിയിൽ. ലഹരി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ലഹരി തന്നെയാണ്. വീര്യം കുറഞ്ഞ ലഹരി നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക, സന്തോഷിക്കുക, പക്ഷേ അതും അപകടം തന്നെയാണ്. അതേസമയം UDF സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യോപയോഗം കുറച്ചു വരികയാണെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതിരോധം. ഞങ്ങളുടെ നയം ഞാൻ പറഞ്ഞു, ഘട്ടം ഘട്ടമായി മദ്യത്തിന്റെ ഉപയോഗവും വിതരണവും കുറച്ചുകൊണ്ട് വരിക. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് രാജ്യത്തെ മുഴുവൻ ബാറുകളും പൂട്ടിയതല്ലേ, എന്താ സംഭവിച്ചത്? വിഷയത്തിൽ നിയമസഭയിൽ ഉൾപ്പെടെ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. മതസംഘടനകൾ ഉൾപ്പെടെ വിമർശനം ഉന്നയിച്ചതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലുമാകുകയാണ്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.